ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. ഗ്ലോറി ടു ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള നിരവധി നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത് പോലെ മറ്റൊരു അനുഗ്രഹമില്ല. നിരവധി വിഷയങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എല്ലാ ദിവസവും വന്നു ചേരും. എന്നാൽ ആ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം ദൈവമാണ്. ദൈവത്തിലുള്ള ആശ്രയം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നിരവധി ദൈവികമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും എന്നുള്ളത് നിശ്ചയമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇവിടെ ദൈവം സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവികമായ സംരക്ഷണം ആർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കൊണ്ട്. ഇന്ന് മനുഷ്യൻ പല കാര്യങ്ങളിലാണ് മനുഷ്യൻ ആശ്രയം വയ്ക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കുന്നു, ദൈവം കാക്കുന്നു, ദൈവം സൂക്ഷിക്കുന്നു എന്നിത്യാദി നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട്. സ്ഥിരമാനസൻ, ഇപ്പം മനസ്സിൻ്റെ സ്ഥിരത അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോക മനുഷ്യനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവൻ അസ്ഥിരനാണ്. സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഓട്ടമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നു, ഇന്നൊന്ന് ചെയ്യുന്നു, നാളെ വേറെന്തോ ചെയ്യുന്നു. അങ്ങനെ സ്ഥിരതയില്ലാത്ത രീതിയിലെ യാത്രയിലാണ് മനുഷ്യൻ പോകുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യന് സ്ഥിരതയുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി വചനത്തിൽ നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് സ്ഥിരത. ആമേൻ. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. എന്നാൽ ഈ സമാധാനം എങ്ങനെ ലഭിക്കും? ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. സമാധാനം കണ്ടെത്താൻ നിരവധി വഴികൾ മനുഷ്യൻ ഇന്ന് പരതിക്കൊണ്ട് നടക്കുകയാണ്. ഓരോരുത്തരുടെ വിഷയങ്ങൾക്കും അവരാഗ്രഹിക്കുന്നത് സമാധാനമാണ്. എന്നാൽ സമാധാനം കണ്ടെത്താനുള്ള മാർഗം ദൈവത്തിലെ ആശ്രയമാണ്. അപ്പോൾ ഒന്നാമത് നമ്മളുടെ മനസ്സിന് ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു സ്ഥിരതയുണ്ടാകുന്നു. മാത്രമല്ല നമുക്കൊരു സമാധാനം ഉണ്ടാകും. ആ സമാധാനം ദൈവം തരുന്നത് പൂർണ്ണ സമാധാനം എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് കൊണ്ട് പൂർണ്ണ സമാധാനം എന്നുള്ളത് ഇതിന് പാരലായിട്ട് പോകുന്നതാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ ആ വ്യക്തി കടന്നുപോയാലും ദൈവം തരുന്ന ഒരു സമാധാനം ആ വിഷയത്തിൻ്റെ മുകളിൽ ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്തോറും നമ്മളുടെ സന്തോഷം അതും വർദ്ധിക്കും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ സമാധാനം വർദ്ധിക്കുന്നു. ദിവ്യമായൊരു സമാധാനം തരുന്നു. ഇവിടെ പറയുന്ന സമാധാനത്തെ അവിടെ വർണ്ണിക്കുന്നത് പൂർണ്ണ സമാധാനം എന്നാണ്. ദൈവം തരുന്ന സമാധാനത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ യഹോവ ശാലോം എന്നാണ്. സമാധാനത്തിൻ്റെ ദൈവം തരുന്ന സമാധാനം. പൂർണ്ണ സമാധാനം എന്ന് പറയുമ്പോൾ 2 ആവർത്തി ശാലോം ശാലോം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമാധാനം എന്നാണ്. ആമേൻ. ദൈവം നമുക്ക് തരുന്ന സമാധാനം അത് പൂർണ്ണമായൊരു സന്തോഷം. ഏതൊരു വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കൊണ്ടുതരും. പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിനെ ദൈവം സംരക്ഷിക്കുന്നു. അപ്പോൾ എന്തൊരു വിഷയം എന്നാലും നമ്മൾ പെട്ടെന്നുണ്ടാകുന്നൊരു വിഷയമാണ് ആകുല ചിന്ത, ഭയം, നിരാശ എന്നിത്യാദി കാര്യങ്ങളാണ് മനുഷ്യനെ ഒരു വിഷയം വരുമ്പോൾ അവനെ പെട്ടെന്ന് വേട്ടയാടുന്നു. എന്നാൽ അങ്ങനെയുള്ള എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലും നമ്മൾ ഭയപ്പെട്ടു പോകാതെ, ആകുല ചിന്തയുണ്ടാകാതെ, നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ, ദൈവവചനത്തിൽ,
നമ്മൾ ആശ്രയിക്കുമ്പോൾ ആദ്യമായി ദൈവം നമ്മുടെ മനസ്സിനെ ആ ഒരു സ്ഥിരത തരും. ഹല്ലേലൂയ. നമ്മളുടെ മനസ്സിൻ്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. അവൻ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ ഇട്ട് ദൈവത്തോടുള്ള നമ്മളുടെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തി കളയുക. സ്ഥിരത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പിശാചിനെ ഒരു മനുഷ്യനെ ടാക്കിൾ ചെയ്തുകൊണ്ടാണ് അവനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്ഥിരത നമുക്ക് കൈവരിക്കണമെങ്കിൽ മറ്റൊരു മാർഗവുമല്ല, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ആശ്രയം വയ്ക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമ്മുടെ മനസ്സിനെ കാക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് കാക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അത് വഴുതി കൈവിട്ട് പല പല ചിന്തകളും, ആകുല ചിന്തകളും, ഭയങ്ങളും, നിരാശകളിലേക്ക് പോകും. പക്ഷെ നമ്മുടെ മനസ്സിനെ, ഇവിടെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ മനസ്സിനെ ദൈവം കാക്കും. ആ മനസ്സിൽ ദൈവത്തിൻ്റെ സമാധാനം, ആ സമാധാനത്തിൻ്റെ അളവ് പൂർണ്ണമായ സമാധാനം തരും എന്നാണ് അവിടെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 6 മുതലുള്ള വാക്യത്തിൽ ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടാൻ പോലും ആവശ്യമില്ല എന്നും എല്ലാറ്റിനും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥന. അപ്പോൾ എല്ലാറ്റിനുമുള്ള ഒരു മറുപടിയാണ് പ്രാർത്ഥന. ആമേൻ. പ്രാർത്ഥനയാലും അപേക്ഷയാലും, ദൈവത്തോടു കൂടിയുള്ള നമ്മുടെ അപേക്ഷ, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കുക എത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അവിടെയും പറയുന്ന പദം ശ്രദ്ധിക്കുക, ദൈവം കാക്കും, ദൈവം സംരക്ഷിക്കും. എന്തിനാണ്? നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിനവുകളെയും. നേരത്തെ വായിച്ചത് സ്ഥിരമാനസ്സനെ ദൈവം കാക്കുന്നു. ഇവിടെ പറയും നമ്മുടെ ഹൃദയങ്ങളെയും കാക്കുന്നു. ഹൃദയം എന്തിനെ അർത്ഥമാക്കുന്നു? നമ്മൾ ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം ഉണ്ടാകാം, ഇമോഷണലി നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാകാം. പക്ഷെ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ എന്ത് ചെയ്യും, സംരക്ഷിക്കും എന്നാണ്. നമ്മുടെ ഹൃദയത്തെയും ദൈവം എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. നമ്മുടെ ചിന്തകളെയും ദൈവം സംരക്ഷിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എന്തു വിഷയത്തിൻ്റെ മധ്യത്തിലും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആകുല ചിന്തപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ദൈവത്തെ ആശ്രയിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ മനസാക്ഷി എന്നിത്യാദി സകലതും ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ സമർപ്പിക്കുക എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കുക. നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ പതിപ്പിക്കുക. നമ്മൾ ഒരു വിഷയം വരുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും, നമ്മുടെ മനസ്സ് ദൈവത്തിൽ പതിഞ്ഞിരിക്കുന്നതിൽ നിന്നും, അതിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുക എന്നുള്ളതിലാണ് പിശാച് പല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാലോ സ്ഥിരമാനസ്സനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ പതിപ്പിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുവാൻ കഴിയത്തില്ല. കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും, നടത്തും. ആമേൻ. ഞാനത് കാണിച്ചു തരും. നമ്മളൊരു എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും നമ്മൾ അടുത്ത് എങ്ങനെയാണ് കാര്യം ചെയ്യേണ്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന എന്ത് ചെയ്യും, പറഞ്ഞു തരും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തിൽ പതിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയും ഉള്ളൊരു ഇതാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയും. അവൻ്റെ ദൃഷ്ടി വച്ച് നമുക്ക് തൻ്റെ ആലോചന എന്ത് ചെയ്യും, നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വചനത്തിലൂടെയുള്ള വിടുതലും ആശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ നോഹയെ നോക്കുമ്പോൾ, നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിൻ്റെ കാര്യം വന്ന സമയത്തിൽ
നോഹയെ സംബന്ധിച്ചിടത്തോളം ആ വരാൻ പോകുന്ന ന്യായവിധി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നോഹ ദൈവത്തെ നോക്കി. ആമേൻ. ദൈവത്തെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ നോഹയുടെ മേൽ വരുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ഇടയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നോഹ ആ നശിച്ചു പോകേണ്ടിയ ജനത്തിൻ്റെ മധ്യത്തിൽ നിഷ്കളങ്കതയോടുകൂടെ ജീവിപ്പാൻ ഒരു തീരുമാനമെടുത്തു. ആമേൻ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആ വ്യക്തിയുടെ മനസ്സിനൊരു ദിവ്യമായ സമാധാനം ദൈവം കൊടുക്കുമ്പോൾ നമ്മളായിരിക്കുന്ന തലമുറയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിഷ്കളങ്കതയോടുകൂടി ജീവിപ്പാൻ ഒരു വാഞ്ച പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കും. അതിലൂടെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എഫേസ്യൻസ് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നോഹ നിഷ്കളങ്കനായി ജീവിച്ചത് കൊണ്ടാണ് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ രക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി ഒരു പെട്ടകം പണിയാൻ നോഹയ്ക്കിടയായത്. അപ്പോൾ നമ്മളും കടന്നു പോകുന്ന എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളിൽ നമുക്കൊരു സ്ഥിരതയുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾക്ക് ഭൗതികമായി പലപ്പോഴും നേരിടുന്ന വിഷയങ്ങൾ ദൈവം നമ്മെ ആത്മീയമായ ചില സ്ഥിരതയിലേക്ക്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചില ആത്മീയമായ ദൗത്യങ്ങളിൽ നമുക്ക് സ്ഥിരതയുണ്ടാക്കാൻ ദൈവം അനുവദിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതൊരു വലിയ തിരിച്ചറിവാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല വിഷയങ്ങളും ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയോടുകൂടി നമ്മളെയും പങ്കുകാരാക്കി തീർത്തുകൊണ്ട് നോഹയെ പെട്ടകം പണിയുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മെയും വരാൻ പോകുന്ന ആ വലിയ ന്യായവിധിയിൽ നിന്ന് നമ്മെയും രക്ഷിക്കേണ്ടുന്നതിനും നമ്മളിലൂടെ മറ്റനേകരെയും രക്ഷിക്കേണ്ടുന്നതിന് ദൈവപ്രവൃത്തിയിൽ നമുക്ക് സ്ഥിരമാനസ്സനായി നമ്മൾ മാറുവാൻ ദൈവം ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ സ്ഥിരമാനസ്സന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് പൂർണ്ണമായ ഒരു സമാധാനം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 21-ാം സങ്കീർത്തനത്തിൽ 6-7 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു, രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നു. തൻ്റെ ജീവിതത്തിൽ വന്ന എന്തെല്ലാം വിഷയത്തിൻ്റെ മധ്യത്തിലും താൻ ദൈവത്തിൽ ആശ്രയം വച്ചതുകൊണ്ട് അവിടെ വാക്യം എഴുതിയിരിക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ഥിരമാനസനായി നിലനിൽക്കുവാനുള്ളൊരു അനുഗ്രഹവും ഇവിടെ വായിക്കുന്നു. അവനെ ദൈവം എന്ത് ചെയ്യുന്നു? സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവനെ എന്നേക്കും ഒരു അനുഗ്രഹ സമൃദ്ധിയായി ദൈവം ബ്ലസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം. എന്നേക്കും എന്നുള്ളതെന്ന് എറ്റേണിറ്റിയാണ്, നിത്യതയോളം എത്തിച്ചേരുന്ന ഒരു സന്തോഷം നമുക്ക് തരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിലെ നമ്മുടെ ആശ്രയം ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും നമുക്ക് ദൈവികമായ അനുഗ്രഹത്തെ നൽകുന്നു എന്നാണ്. ഹല്ലേലൂയ. സന്തോഷ സമൃദ്ധിയിൽ ദൈവം എന്ത് ചെയ്യുന്നു? അവനെ കാക്കുന്നു. ആ വാക്യം ഇങ്ങനെ ശ്രദ്ധിക്കുക, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ദാവീദ് യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കും. ഗ്ലോറി ടു ഗോഡ്. അവിടെ 2 കാര്യങ്ങൾ, ഇപ്പോൾ എന്നേക്കുമുള്ളതും രണ്ടാമത് സമൃദ്ധി എന്നുള്ളത്. ആമേൻ. സന്തോഷത്തിൻ്റെ ഒരു സമൃദ്ധി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനുണ്ടാകും. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തോ വിഷയം തന്നെ ആയിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ ഒരു ആത്മീയമായ ഒരു സന്തോഷം അവർക്കുണ്ട്. കാരണം അവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കാതെ ജഡത്തെ ആശ്രയിക്കുന്നവരുണ്ട്.
ആ ജഡത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പരിതാപകരമായ അവസ്ഥകളും അനുഭവങ്ങളും ദുഃഖത്തിൻ്റേതായിട്ടുള്ള പലവിധമായ അനുഭവങ്ങളിലേക്കും അവർ മാറ്റപ്പെടും. ജഡത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടോ, ലോകത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടോ, മറ്റെന്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടോ നമുക്ക് യാതൊരു വിധമായ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലൂടെ നമ്മൾ പോയാലും നമ്മളുടെ മനസ്സ് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ പൂർണ്ണമായ സമാധാനം നമ്മുടെ ഉള്ളത്തിലേക്ക് ദൈവം തരും. പൂർണ്ണമായ സമാധാനം. ഗ്ലോറി ടു ഗോഡ്. ചില ആത്മീയമായ ചില മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ നമ്മൾ നോക്കിയാൽ എങ്ങനെ ഇവർക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മളൊരു പക്ഷേ നമ്മൾ പോലും ഒന്ന് ചിന്തിച്ചു പോകും. എന്നാലോ ദൈവം അവർക്ക് കൊടുക്കുന്ന കൃപ അതെങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്? അവർ എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് വചനം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിൽ ഒരു ദൈവത്തിൻ്റെ സമാധാനം എന്നിലേക്ക് കർത്താവെ പകരണമേ. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എത്രത്തോളമാണ് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്, എൻ്റെ കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നത്, വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നത്, എത്രത്തോളം ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ജീവിതത്തെ, ദൈവത്തിലുള്ള ആശ്രയം ഒരു പടി കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.